ജനാധിപത്യ ബോധമുള്ള എല്ലാ ഇന്ത്യക്കാരും ഈ SIR തട്ടിപ്പിനെ ഗൂഢപദ്ധതിയെ എതിർക്കും. BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവർക്ക് സംശയമുള്ള എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അവർക്ക് പറ്റിയൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇത് ജനാധിപത്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തെ മാനഭംഗപ്പെടുത്തലാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളെയും മാനഭംഗപ്പെടുത്തുന്ന നീക്കത്തിൻ്റെ പേരാണ് SIR. അങ്ങനെ വോട്ടെടുപ്പിൻ്റെ ഗീതയും ബൈബിളും ഖുറാനുമായ വോട്ടർ പട്ടികയെ BJPക്ക് വേണ്ടി വലിയമസപ്പെടുത്തുന്ന ഒരു ഭ്രാന്തൻ്റെ പേരാണ് SIR. അതാണ് ബീഹാറിൽ കണ്ടത്. ആ രീതിയുമായിട്ട് ഇങ്ങോട്ട് ആരും വരേണ്ട. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, SIRലെ എതിർപ്പ്, അത് ഇപ്പോൾ കൊണ്ടുവരുന്നതിലെ സംശയങ്ങൾ, ആശങ്ക, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്ത് സമീപനമാണ് ഓരോ പാർട്ടികളും സ്വീകരിച്ചത്? പ്രമേയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സഭ അത് ഒറ്റക്കെട്ടായി പാസാക്കും, പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണയുണ്ട്. വിവരങ്ങൾ റിനു ശ്രീധർ. രജിസ്റ്റർ ഇലക്ഷൻ ഓഫീസർ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും SIRനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓരോരുത്തരും അതിലെ അപാകതകൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. MV ജയരാജനാണ് CPMന് വേണ്ടി പങ്കെടുത്തത്. ഒപ്പം CPIക്ക് വേണ്ടി മുൻ മന്ത്രി കൂടിയായിട്ടുള്ള K രാജുവും ഒപ്പം വിഷ്ണുനാഥും അതുപോലെ തന്നെ ലിജു എന്നിവർ കോൺഗ്രസിന് വേണ്ടിയും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഇവർ ഇതിന്റെ ഓരോ അപാകതകളും വ്യക്തിപരമായി തന്നെ അല്ലെങ്കിൽ സംഘടനാപരമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. MV ജയരാജൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവർ പോലും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 2022 വോട്ടർ പട്ടികയ്ക്ക് പകരം 2024 വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നോർക്കയുമായി ചേർന്ന് വിദേശത്തുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും. അതേസമയം കുടിയേറിയ വിദേശികളായവർക്ക് വോട്ട് ചെയ്യാൻ അവസരം വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദേശികളായവരെ ഒഴിവാക്കുന്നു, അത് നിയമപരമായി ശരിയല്ല എന്നുള്ള ഒരു ആവശ്യം കൂടി CPM പ്രതിനിധി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള PC വിഷ്ണുനാഥ് പറഞ്ഞത് അടിസ്ഥാന രേഖയായ റേഷൻ കാർഡ് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പ്രവാസികളുടെ വോട്ട് അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലേക്ക് പദ്ധതി മാറരുത് എന്നുള്ളൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം CPM പ്രതിനിധി മുന്നോട്ട് വെച്ചതുപോലെ 2024 വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയാക്കണം എന്നുള്ളതാണ്. CPI പ്രതിനിധിയായിട്ടുള്ള K രാജു പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ വോട്ടർ പട്ടിക പുതുക്കൽ എന്ന സംശയമുണ്ട് എന്നുള്ളതാണ്. എന്യൂമറേഷൻ ഫോം മലയാളത്തിൽ വേണം. സാധാരണക്കാരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പൂരിപ്പിക്കുക, അതായത് ഫോം എല്ലാം തന്നെ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വേണം എന്യൂമറേഷൻ ഫോം എന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP പ്രതിനിധിക്ക് ആയിട്ട് ഗോപാലകൃഷ്ണനാണ് പങ്കെടുത്തത്. അദ്ദേഹം പൂർണ്ണമായി ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് SIR നടപ്പിലാക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ SIRമായി ബന്ധപ്പെട്ട ആശങ്കകളും പരാതികളും ഒക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.